ലീഗിന്റെ നീക്കം മാത്രമല്ല VDയെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്തിയത്. KCയെ പിന്നിൽ നിന്നും കുത്തിയ ഒരു വമ്പൻ രഹസ്യം ഇതിന്റെ പിന്നിലുണ്ട്. അതെ, നിർണായകമായ ഒരു രഹസ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. UDF അധികാരത്തിലേറിയ ആഹ്ലാദ പ്രകടനങ്ങൾ തെരുവുകളിൽ മുഴങ്ങുമ്പോൾ, അതുപോലെ VD സതീശനെ അണിയറയിലേക്ക് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്താനായി ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നപ്പോൾ തിരുവനന്തപുരത്തെയും ഡൽഹിയിലെയും എയർ കണ്ടീഷൻ മുറികളിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു. ഒരു ചതി അല്ലെങ്കിൽ വഞ്ചനയായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത് VD സതീശൻ അല്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. KC വേണുഗോപാൽ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുത്തിരുന്നു. അറിയാം, ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയിരുന്നതാണത്. പക്ഷേ അർദ്ധരാത്രിയിൽ അപ്രതീക്ഷിതമായി വന്ന ഒരു രഹസ്യ റിപ്പോർട്ട് സകല കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചു. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും വെട്ടിനിരത്തിയത് AK ആന്റണിയോ ചെന്നിത്തലയോ ലീഗോ പാണക്കാട് തങ്ങളോ മാത്രം ആയിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ എന്ന് കരുതിയ, കൂടെ നിന്നും സെൽഫി എടുത്ത ഒരു യഥാർത്ഥ വില്ലനായിരുന്നു. ആ വില്ലന്റെ പേര് പുറത്തു വരുമ്പോൾ കേരളം തീർച്ചയായും ഞെട്ടും. ഞാനോ നിങ്ങളോ പ്രതീക്ഷിച്ചൊരു പേരല്ല ഇപ്പൊ പറയാൻ പോകുന്നത്. പ്രതികാരം വീട്ടാൻ KC എടുത്ത നീക്കം അതിലും ഭീകരവുമായിരുന്നു. KPCC പ്രസിഡന്റിനെ എങ്ങനെയാണ് വൈദ്യുതി വകുപ്പിലെ ഒരു ഇരുട്ടുമുറിയിലേക്ക് KC വേണുഗോപാൽ തള്ളിയിട്ടത്? കേരളം ഇതുവരെ കേൾക്കാത്ത, കോൺഗ്രസിനെ അടിമുടി ഉലയ്ക്കുന്ന ആ ചതിയുടെ ഭൂപടമാണ് നമ്മൾ ഇന്ന് അനാവരണം ചെയ്യുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDFന് ഭൂരിപക്ഷം ലഭിക്കുന്നു. ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചോദ്യത്തിന് മുന്നിൽ ഹൈക്കമാൻഡിന് ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: KC വേണുഗോപാൽ. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി അറിയപ്പെടുന്ന KC കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്നും വിമാനം കയറാൻ ഒരുങ്ങി. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സംഘടനാ ചുമതലയുള്ള KCക്ക് ഹൈക്കമാൻഡിൽ പരമമായ അധികാരമുണ്ടായിരുന്നു. കേരളത്തിലെ മുതിർന്ന നേതാക്കളായ AK ആന്റണി ചെന്നിത്തലയും ഒക്കെ ആദ്യം ഇതിനെ എതിർത്തുവെന്ന് വാർത്തകളൊക്കെ വന്നുവെങ്കിലും ഹൈക്കമാൻഡിന്റെ കടുത്ത തീരുമാനത്തിന് മുന്നിൽ അവർക്ക് മൗനം പാലിക്കേണ്ടി വന്നു. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ VD സതീശനും ചെന്നിത്തലയടക്കം KC വരുന്നതിനോട് യോജിച്ചതാണ്. എന്നാൽ ഒരു സാങ്കേതിക തടസ്സം മാത്രം ബാക്കിയായി. KC നിയമസഭാംഗമല്ല. മുഖ്യമന്ത്രിയായാൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കണം. അതിനുവേണ്ടി കണ്ടെത്തിയ മണ്ഡലമായിരുന്നു കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ ഇരിക്കൂർ മണ്ഡലം. ഇരിക്കൂറിൽ KCയുടെ അതിവിശ്വസ്തനായ സജീവ് ജോസഫ് തന്റെ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറായതുമാണ്. എല്ലാം ശുഭം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വില്ലൻ രംഗപ്രവേശനം ചെയ്യുന്നത്. സണ്ണി ജോസഫ്. പ്രതീക്ഷിച്ചില്ലല്ലോ, ഞാനും പ്രതീക്ഷിച്ചില്ല. KPCC പ്രസിഡന്റ്, പേരാവൂർ MLA, ഡൽഹിയിൽ KCക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് തോളിൽ കൈയിട്ടും നിൽക്കുന്ന സണ്ണിയെയാണ് എല്ലാവരും കണ്ടത്. KCയെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും കൂടുതൽ വാദിച്ചതും സണ്ണിയായിരുന്നു പ്രത്യക്ഷത്തിൽ. പക്ഷേ ആ സൗഹൃദം ഒരു മുഖം മൂടി മാത്രമായിരുന്നു. മല്ലികാർജുൻ ഖാർഗെ സണ്ണി ജോസഫിനെ രഹസ്യമായി ഫോണിൽ വിളിക്കുന്നു. സണ്ണി KC ഇരിക്കൂറിൽ മത്സരിച്ചാൽ വിജയിക്കുമോ? അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ഖാർഗെ ചോദിക്കുകയാണ്. ഇതായിരുന്നു ഏറ്റവും വലിയ നിർണായകമായ ഘട്ടം. ഈ അവസരം സണ്ണി കൃത്യമായി ഉപയോഗിച്ചു. തന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നു. അദ്ദേഹം നൽകിയ റിപ്പോർട്ട് ഇതായിരുന്നു: ഇരിക്കൂറിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാണ്. KC വേണുഗോപാൽ അവിടെ മത്സരിച്ചാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം വോട്ട് മറിക്കും. UDFന് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു മുഖ്യമന്ത്രി തോൽക്കുന്നത് സർക്കാരിന്റെ പതനത്തിന് തന്നെ കാരണമാകും. ഈ ഒരൊറ്റ റിപ്പോർട്ട് ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഭയപ്പെടുത്തി. ഭരണം കിട്ടിയ ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് തോൽവി കോൺഗ്രസിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും. അതുമാത്രമല്ല, ഒരു മുഖ്യമന്ത്രി തോറ്റു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അങ്ങനെ KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹത്തിന് മേൽ സണ്ണി ജോസഫ് കരിയോയിലൊഴിച്ച് കത്തിച്ചു. VD സതീശൻ മുഖ്യമന്ത്രിയായി സണ്ണി ജോസഫ് കരുതി തന്റെ കളി ആരും അറിഞ്ഞില്ല എന്ന്. പക്ഷേ AICCയിലെ രേഖകൾ പരിശോധിച്ച KC വേണുഗോപാൽ തന്റെ കസേര തെറിപ്പിച്ച ആ സീക്രട്ട് റിപ്പോർട്ട് കണ്ടെത്തി. വിശ്വസ്തന്റെ വഞ്ചന തിരിച്ചറിഞ്ഞ KC അന്ന് തന്നെ തീരുമാനിച്ചു: സണ്ണിക്കിതിന് പകരം ഞാൻ കൊടുത്തിരിക്കും. മന്ത്രിസഭാ രൂപീകരണ വേളയിൽ സണ്ണി ജോസഫിന് ഉറപ്പിച്ചിരുന്നത് റവന്യൂ വകുപ്പായിരുന്നു. ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് തൊട്ട് താഴെയുള്ള പദവി. മുഖ്യമന്ത്രി സതീശനും ചെന്നിത്തലയും റവന്യൂ വകുപ്പിന് വേണ്ടി സണ്ണിയുടെ പേര് ശുപാർശ ചെയ്തു. എന്നാൽ ഗവർണർക്ക് പട്ടിക നൽകാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഡൽഹിയിൽ നിന്നും ഖാർഗെയുടെ ഫോൺ കോൾ വരുന്നു: സണ്ണിക്ക് റവന്യൂ നൽകാൻ പാടില്ല, പകരം വൈദ്യുതി വകുപ്പ് നൽകിക്കോളൂ. റവന്യൂ AP അനിൽകുമാറിന് നൽകണം. അത് കേട്ട് സതീശനും ചെന്നിത്തലയും ഞെട്ടിപ്പോയി. അവർ എതിർത്ത് നോക്കിയെങ്കിലും ഖാർഗെ കടുപ്പിച്ചു പറഞ്ഞു: ഇത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. അങ്ങനെ കേരളം കണ്ട കരുത്തനായ KPCC പ്രസിഡന്റ് വെറും വൈദ്യുതി വകുപ്പിലേക്ക് ഒതുക്കപ്പെട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്.
ഈ സംഭവവികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് UDF-ലെ ആഭ്യന്തര ശൈഥില്യത്തിലേക്കാണ്. അതായത് ഭരണം കിട്ടിയിട്ടും ഭരണം തുടങ്ങും മുമ്പേ നേതാക്കൾ പരസ്പരം കാല് വാരുന്നു. KC സണ്ണി വാരുന്നു, VD സതീശനെ അവിടെ നിന്ന് വാരുന്നു, ഇവിടെ നിന്ന് വാരുന്നു. ജനങ്ങൾ വിശ്വസിച്ച് ഭരണം ഏൽപ്പിച്ചത് വികസനത്തിനാണോ അതോ ഈ ഗ്രൂപ്പ് വൈരാഗ്യം തീർക്കാനാണോ? മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും തമ്മിൽ ഇപ്പോൾ ശീതസമരത്തിലാണ്. കൂടാതെ കേരളത്തിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നത് ഡൽഹിയിലെ KC വേണുഗോപാൽ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു മുഖ്യമന്ത്രി? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ ആശങ്ക ജനിപ്പിക്കുകയാണ്. കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന രാഷ്ട്രീയ ശൈലിയാണ് കോൺഗ്രസിൻ്റെതെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. റവന്യൂ വകുപ്പ് ലഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ച സണ്ണി ജോസഫ് പക്ഷം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. AP അനിൽകുമാറിനും വിഷ്ണുനാഥിനും ഒക്കെ പ്രമുഖ വകുപ്പുകൾ നൽകിയപ്പോൾ തന്നെ അവഗണിച്ചതിൽ സണ്ണിക്ക് കടുത്ത അമർഷമുണ്ട്. ഇതൊരു ചെറിയ തർക്കമല്ല, ഇത് ഒരു വമ്പൻ പൊട്ടിത്തെറിയുടെ തുടക്കമാണ്. തന്നെ ചതിച്ച് സണ്ണി ജോസഫിനെ KC വേണുഗോപാൽ ഇനി വെറുതെ വിടുമോ? വൈദ്യുതി വകുപ്പിലിരുന്ന സണ്ണി ജോസഫ് എന്ത് നീക്കമായിരിക്കും നടത്തുക? കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഈ അണിയറ നാടകങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണ് അല്ലെ? അധികാരത്തിന് വേണ്ടി സഹപ്രവർത്തകർ കുഴിതോണ്ടുന്നു, കാല് വരുന്നു. അപ്പൊ ഈ ഒരു ശൈലി കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വളരെ ഭരണവിരുദ്ധ വികാരത്തിലൂടെയാണ് UDF അധികാരത്തിലേറിയത്. പക്ഷേ ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊന്നും. ഈ അധികാരം വടംവലി തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. സണ്ണി ജോസഫിനെ വൈദ്യുതി വകുപ്പിലേക്ക് ഒതുക്കിയതിലൂടെ KC വേണുഗോപാൽ നടത്തിയത് വെറും ഒരു പ്രതികാരമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ അട്ടിമറിയുടെ ആദ്യ നീക്കം മാത്രമാണ്. റവന്യൂ വകുപ്പ് കൈക്കലാക്കിയ AP അനിൽകുമാറിനും ടൂറിസം വകുപ്പ് ലഭിച്ച PC വിഷ്ണുനാഥും ഡൽഹി ലോബിയുടെ വിശ്വസ്തരായി മാറുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഭരണത്തിന്റെ കടിഞ്ഞാൻ പൂർണ്ണമായും ഡൽഹിയിലേക്ക് പറിച്ചു നടപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ തീരുമാനമെടുക്കുന്നതൊന്നും മുഖ്യമന്ത്രിയല്ല. സണ്ണി ജോസഫ് എന്ന കരുത്തനായ KPCC പ്രസിഡന്റ് സ്വന്തം പാർട്ടിയിലെ അണികൾക്ക് മുമ്പിൽ മറുപടി നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതായത് തൻ്റെ റിപ്പോർട്ട് എങ്ങനെ ചോർന്നു എന്നും തന്നെ ആര് ചതിച്ചു എന്നും സണ്ണി ജോസഫിന് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ ഈ പ്രതികാര നടപടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അർദ്ധരാത്രിയിൽ വന്ന ആ ഫോൺ സന്ദേശത്തിലൂടെയാണ് എല്ലാം മാറി മറഞ്ഞത്. ഇന്ന് വൈദ്യുതി വകുപ്പിന്റെ ഇരുട്ടിലേക്ക് തള്ളപ്പെട്ട സണ്ണി ജോസഫ് നാളെ ഏത് തരത്തിലുള്ള ഷോക്കാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ കളരിയിൽ പയറ്റിത്തെളിഞ്ഞ സണ്ണി ജോസഫ് അത്ര പെട്ടെന്നൊന്നും കീഴടങ്ങുന്നവനുമല്ല. ഇരിക്കൂർ ചതി ഒരു പ്രതീകമാണ്. സ്വന്തം നേതാവിനെ തോൽപ്പിക്കാൻ റിപ്പോർട്ട് നൽകുന്ന പ്രസിഡന്റും ആ പ്രസിഡന്റിനെ ഭരണത്തിൽ തളച്ചിടാൻ ഡൽഹിയിൽ കരുനീക്കുന്ന മറ്റൊരു ജനറൽ സെക്രട്ടറിയും. ഈ കാഴ്ച ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.